ഏവർക്കും ഒരിക്കൽ കൂടെ അബീഗ ടോക്കൻ മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജിൻസിയാണേ. നിങ്ങൾ അറിയാതെ കരൾ നശിപ്പിക്കുന്ന ശീലങ്ങൾ. അപകടം തിരിച്ചറിയാൻ വൈകിയാൽ ആയുസ്സും കുറയും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഓരോ ദിവസവും ഓരോ മണിക്കൂറും എന്തിനേറെ പറയുന്നു ഓരോ സെക്കൻഡും വരെ വളരെ ശ്രദ്ധിക്കണം. കാരണം എത്രയധികം പ്രതിസന്ധികളാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത്. ഇതിൽ പലരും ശ്രദ്ധിക്കാതെ വിടുന്നതാണ് ആന്തരിക അവയവങ്ങളുടെ ആരോഗ്യം എന്നത്. നിങ്ങളുടെ കരൾ ഇത്തരത്തിൽ അനാരോഗ്യകരമായ അവസ്ഥ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലാണോ എന്നത് ആദ്യം തിരിച്ചറിയണം. ശരീരത്തിലെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ അവയവങ്ങളിൽ ഒന്നാണ് കരൾ. ശരീരത്തിൽ നിന്നും ടോക്സിനെ പുറന്തള്ളുന്നതിനോടൊപ്പം തന്നെ ധാതുക്കളും വിറ്റാമിനുകളെയും സംഭരിക്കാൻ അല്ലെങ്കിൽ ശരീരത്തിലെ പോഷകങ്ങളെ ഊർജമാക്കി മാറ്റുന്നത് എല്ലാം ഇത്തരത്തിൽ കരളിന്റെ പ്രവർത്തനം മൂലമാണ്. എന്നാൽ കരളിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം പ്രതിസന്ധിയിലേക്ക് എത്തുന്നു. കരളിന് ദീർഘകാലമായി കേടുപാടുകൾ വരുത്തുന്ന അത്തരത്തിലുള്ള ചില ശീലങ്ങളുണ്ട്. പലപ്പോഴും ഇവയൊന്നും തന്നെ ലക്ഷണങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നതാണ്. കാലക്രമേണ ഈ മോശ ശീലങ്ങൾ കരളിനെ കൂടുതൽ പ്രശ്നത്തിലേക്ക് എത്തിക്കുന്നു. പലപ്പോഴും ഗുരുതരമായ ദോഷകരമായ അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെള്ളം കുടിക്കാതിരിക്കുക. പലപ്പോഴും പലരും എത്രയൊക്കെ ദാഹിച്ചാലും വെള്ളം കുടിക്കാതിരിക്കുന്നു. ഇതൊരിക്കലും ഒരു നല്ല ശീലമല്ല. കാരണം അത് നിങ്ങളുടെ ആരോഗ്യത്തെ വളരെയധികം പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്നു. പലപ്പോഴും കരളിന്റെ ആരോഗ്യത്തെ ഇത് വളരെയധികം പ്രശ്നത്തിലേക്ക് എത്തിക്കും. ദിവസവും ചുരുങ്ങിയത് 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വെള്ളം അനിവാര്യമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കരളിൽ നിർജ്ജലീകരണം സംഭവിച്ചാൽ അത് നിങ്ങളുടെ മറ്റ് ശരീരഭാഗങ്ങളെയും ബാധിക്കുന്നു. അത് പല വിധത്തിലുള്ള അനാരോഗ്യകരമായ അവസ്ഥയിലേക്കും എത്തിക്കും എന്ന കാര്യത്തിലും സംശയം വേണ്ട. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം. പലപ്പോഴും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിങ്ങളുടെ കരളിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു. പലപ്പോഴും മതിയായ സുരക്ഷ സ്വീകരിക്കാത്തത് പലപ്പോഴും നിങ്ങളിൽ വൈറൽ അണുബാധയായ ഹെപ്പറ്റൈറ്റിസ് സി ദീർഘകാല അടിസ്ഥാനത്തിൽ ബാധിക്കുന്നതിന് കാരണമാകുന്നു. വൈറസ് വഹിക്കുന്ന രക്തവുമായി സമ്പർക്കം പുലർത്തുന്നതിന് ശേഷം ഉണ്ടാവുന്ന ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളുടെ കരളിന്റെ ആരോഗ്യത്തെ വളരെയധികം പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്നു. ഉറക്കക്കുറവ്. പലപ്പോഴും ഉറക്കക്കുറവ് പല വിധത്തിൽ ആരോഗ്യത്തെ ബാധിക്കുന്നു. അത് കരളിന്റെ ആരോഗ്യത്തിന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. കാരണം കരളിന് ഓക്സിഡേറ്റീവ് സമ്മർദ്ദം ഉൾപ്പെടെ ചില അപകടങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു. മാത്രമല്ല ഉറക്കക്കുറവ് മറ്റ് ചില ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നിങ്ങളെ എത്തിക്കുന്നു. ടൈപ്പ് 2 പ്രമേഹം, പൊണ്ണത്തടി, ഹൃദ്രോഗം തുടങ്ങിയ പ്രതിസന്ധികളും നിങ്ങളുടെ ആരോഗ്യത്തെ വെല്ലുവിളിയിലേക്ക് എത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ ഉറക്കവും വളരെയധികം പ്രാധാന്യമാണ് എന്നതിൽ സംശയം വേണ്ട. വേദനാ സംഹാരികളുടെ അമിതമായ ഉപയോഗം. പലപ്പോഴും ഡോക്ടർ നിർദ്ദേശപ്രകാരം അല്ലാതെ പലരും വേദന സംഹാരികൾ കഴിക്കുന്നു. എന്നാൽ അത് നിങ്ങളുടെ ആരോഗ്യത്തെ എത്രത്തോളം നശിപ്പിക്കുന്നുണ്ട് എന്ന് പലപ്പോഴും അറിയുന്നില്ല എന്നതാണ് സത്യം. ഇതെല്ലാം പതിവായി ഉപയോഗിക്കുന്നത് വഴി പലരിലും കരളിന്റെ ആരോഗ്യം പ്രതിസന്ധിയിലാവുന്നു. എന്നാൽ രോഗാവസ്ഥകൾ പല വിധത്തിലാണ് പുറത്തേക്ക് വരുന്നത്. ഇത്തരം അവസ്ഥകളെ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മാത്രമേ കരളിനെ സംരക്ഷിക്കുന്നതിന് സാധിക്കുകയുള്ളൂ. മനുഷ്യരുടെ ആരോഗ്യത്തിന് ആധാരമായ ഒട്ടേറെ നിർണായക പ്രവർത്തനങ്ങൾ നടത്തുന്ന അവയവമാണ് കരള്. ഹെപ്പറ്റൈറ്റിസ്, ഫാറ്റി ലിവർ സിറോസിസ്, അർബുദം തുടങ്ങിയ രോഗങ്ങൾ കരളിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ആരോഗ്യകരമായ ജീവിതചര്യ, ജീവിതത്തിൽ ഹാനികരമായ വസ്തുക്കളുടെ വർജനം, ഹെപ്പറ്റൈറ്റിസ് ബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്, ക്രമമായ ഇടവേള ശേഷം ആരോഗ്യ പരിശോധന എന്നിവയിലൂടെ കരളിന്റെ ആരോഗ്യം സംരക്ഷിക്കാനാകും. കരൾ രോഗത്തെ ഒരളവ് വരെ പ്രതിരോധിക്കാനും ആകും. അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ്. കരളിൽ പെട്ടെന്നുണ്ടാകുന്ന നീർവീക്കമാണ് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി എന്നീ വൈറസുകളാണ് ഇതിന് കാരണമാകുന്നത്. മദ്യപാനവും മയക്കുമരുന്നിന്റെ ഉപയോഗമാണ് ഇതിന് കാരണം. ഓട്ടോ ഇമ്മ്യൂണിയൻ അസുഖങ്ങൾ എന്നിവയും അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസിന് കാരണമായേക്കാം. ഈ കുഞ്ഞു വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.